വെൽക്കം ടു സ്റ്റീഫൻ ക്ലാസ്സസ്. ഇന്ന് സുവോളജി 3rd ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ പാർട്ട് 1. ഇത് തീർത്തും ഒരു ജനറ്റിക്സ് ചാപ്റ്ററാണ്. ജനിതക ശാസ്ത്രം അഥവാ ജനറ്റിക്സ്, അതിനെക്കുറിച്ച് ഏറെക്കുറെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. ഇവിടെ ഈ വിഷയത്തിൽ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള, വളരെ ആഴത്തിലുള്ള ഒരു പഠനമാണ് നമ്മൾ നടത്തുവാൻ പോകുന്നത്. ആദ്യം ഏതാനും ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വയ്ക്കുകയാണ്. ഇവിടെ ചിത്രത്തിൽ ഒരു ആനയും അതിൻ്റെ കുഞ്ഞിനെയും കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ജിറാഫും അതിൻ്റെ കുഞ്ഞും. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു ആനയിൽ നിന്ന് അതിൻ്റെ കുട്ടിയാന മാത്രമേ ഉണ്ടാകുന്നുള്ളൂ? വൈ ആൻ എലിഫന്റ് give birth only to a baby elephant and not some other animal? മറ്റൊരു ജീവി എന്തുകൊണ്ട് ഈ ആനയിൽ നിന്നുണ്ടാകുന്നില്ല? അതുപോലെ തന്നെ ജിറാഫിൻ്റെ കാര്യത്തിലും, അതുപോലെ തന്നെ ഏതെങ്കിലും സസ്യങ്ങളുടെ കാര്യത്തിലും. why a mango seed forms only a mango plant and not any other plant? മാത്രമല്ല മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഓൾവേസ് ഓഫ് സ്പ്രിങ് അഥവാ സന്തതികൾ, ഒരു പാരൻസിൽ നിന്നുണ്ടാകുന്ന സന്തതികൾ എപ്പോഴും സിമിലാരിറ്റി ഉള്ള അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ആയിരിക്കും, അല്ലേ? പാരൻസിനോട് പല കാര്യങ്ങളിലും ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ സിമിലാരിറ്റി വെച്ച് പുലർത്തുന്നവയായിരിക്കും അവയുടെ സന്തതികൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇനി എല്ലാ തരത്തിലും സിമിലാരിറ്റി ആണോ അവിടെ കണ്ടുവരുന്നത്? അല്ല, ഒട്ടനവധി ഡിഫറൻസസും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് അവിടെയുണ്ട്, അതേസമയം അവിടെ ഡിഫറൻസസും ഉണ്ട്. ഇവിടെയാണ് ജനറ്റിക്സിൻ്റെ പ്രസക്തി. നമ്മൾ ഈ ശാസ്ത്രശാഖയെക്കുറിച്ചാണ് ജനറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഈ തരത്തിൽ പാരൻസിൽ നിന്ന് ഓഫ് സ്പ്രിങ്ങിലേക്ക് പല ക്യാരക്ടേഴ്സും ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പാരമ്പര്യമായി കിട്ടുന്നുണ്ട്. എന്നാൽ പല ക്യാരക്ടേഴ്സും കിട്ടാതെയും ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഡിഫറൻസസും അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പഠനമാണ് യഥാർത്ഥത്തിൽ ജനറ്റിക്സ്. എന്താണ് ജനറ്റിക്സ്? നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഐ റിപ്പീറ്റ്, വാട്ട് ഈസ് ജനറ്റിക്സ്? ജനറ്റിക്സ് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. അപ്പോൾ സംശയമുണ്ടായിരിക്കും, എന്താണ് ഇൻഹെറിറ്റൻസ്? ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഹെറിറ്റൻസ് ഈസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം പാരൻസ് ടു പ്രോജനി. പാരൻസിൽ നിന്ന് അഥവാ മാതാപിതാക്കളിൽ നിന്ന് പ്രോജനിയിലേക്ക്, സന്തതികളിലേക്ക് ക്യാരക്ടേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറ്റിക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻഹെറിറ്റൻസും നമ്മൾ പഠിക്കുന്നുണ്ട്, വേരിയേഷനും പഠിക്കുന്നുണ്ട്. എന്താണ് ഇനി വേരിയേഷൻ? വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസസ് ആണ്. അതായത് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ പാരന്റ് ആൻഡ് ദ ഓഫ് സ്പ്രിങ്. ഓഫ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓഫ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ സന്തതികൾ, ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇവിടെ വേരിയേഷനും അവിടെയുണ്ട്. ഡിഫറൻസസ് ആർ ദർ ബിറ്റ്വീൻ പാരന്റ്സ് ആൻഡ് ദെയർ ഓഫ് സ്പ്രിങ്. So what is genetics? Genetics, it is the study of inheritance and variation. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും ഇതിൻ്റെ തത്വങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, അതാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്, അല്ലേ? ഇനി എന്താണ് ചുരുക്കി പറഞ്ഞാൽ ക്യാരക്ടർ? ക്യാരക്ടർ അഥവാ ഒരു സ്വഭാവ സവിശേഷത. സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹെറിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ. പാരൻസിൽ നിന്ന് ഓഫ് സ്പ്രിങ്ങിലേക്ക് ലഭ്യമാകുന്ന ഒരു ഹെറിറ്റബിൾ ഫീച്ചറിനെയാണ് പറയുന്നത്. പാരമ്പര്യമായി പകർന്നു കിട്ടുന്ന ഒരു സ്വഭാവ സവിശേഷതയെയാണ് നമ്മൾ പറയുന്നത് ക്യാരക്ടർ എന്ന് പറയുന്നത്. എന്നാൽ ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ അല്പം അർത്ഥവ്യത്യാസമുണ്ട്. ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയൻസ് ഓഫ് എ ക്യാരക്ടർ. വ്യതിയാനമാണ്. അതായത് ഒരു ക്യാരക്ടറിലുള്ള വ്യതിയാനത്തെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ട്രെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരക്ടർ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ കളർ ഒരു ക്യാരക്ടറായി നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ വേരിയൻസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ രണ്ട് ട്രെയ്റ്റ്സ് ആണ് റെഡ് ഐ കളറും ബ്ലൂ ഐ കളറും. അതുപോലെ തന്നെ ഹൈറ്റ് ഒരു ക്യാരക്ടറായി നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അതിൻ്റെ വേരിയൻസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ രണ്ട് ട്രെയ്റ്റ്സ് ആണ് ടോൾനെസ്സും ഡ്വാർഫ്നെസ്സും.
ടോൾനെസ്സും ഡ്വാർഫ്നെസ്സും രണ്ട് ട്രെയ്റ്റ് ആണ്. പിടികിട്ടിയോ? ഹൈറ്റ് എന്നുള്ളത് ഒരു ക്യാരക്ടറായി നമുക്ക് പരിഗണിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ക്യാരക്ടറും ട്രെയ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് അടുത്തതായി ഈ ജനറ്റിക്സിനെ കുറിച്ച് കൂടുതലായി നമുക്ക് അറിവ് പകർന്നു തന്ന ആ സയൻറ്റിസ്റ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പുരോഹിതനായിരുന്നു. ആ പൗരോഹിത്യ ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഗാർഡനിങ്ങിൽ ഒരുപാട് ശ്രദ്ധ പുലർത്തിയിരുന്ന, ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. ഈ ഗ്രിഗർ ജൊഹാൻ മെൻഡലിനെയാണ് നമ്മൾ ഫാദർ ഓഫ് ജനറ്റിക്സ് ആയി നമ്മൾ പരിഗണിക്കുന്നത്. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ അദ്ദേഹം 1822 ജനിച്ച് 1884 മരിച്ച ഒരു വ്യക്തിയാണ്. ഈ ഗ്രിഗർ ജൊഹാൻ മെൻഡൽ അദ്ദേഹത്തെയാണ് നമ്മൾ ആരായി കണക്കാക്കുന്നത്? ഫാദർ ഓഫ് ജനറ്റിക്സ്. അദ്ദേഹം ഒരുപാട് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റുകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റുകളെ പറയുന്നത് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് എന്നാണ്. അതായത് വ്യത്യസ്ത ഗുണങ്ങളുള്ള പയറ് ചെടികളെ അദ്ദേഹം ക്രോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഏത് ചെടിയിലാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെന്റ് നടത്തിയത്? മറക്കരുത്, ഗാർഡൻ പീയിലാണ് ഗ്രിഗർ മെൻഡൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെന്റുകളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്. ഗാർഡൻ പീ, അതിൻ്റെ സയന്റിഫിക് നെയിം എന്താണ്? പൈസം സറ്റൈവം. അപ്പോൾ പൈസം സറ്റൈവം എന്ന പേരിൽ അറിയപ്പെടുന്ന, എന്ന സയന്റിഫിക് നെയിമുള്ള ഗാർഡൻ പീ പ്ലാന്റിൽ എക്സ്പെരിമെന്റ് നടത്തിയ, അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് നടത്തിയ വ്യക്തിയാണ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. അതുകൊണ്ട് തന്നെയാണ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ഫാദർ ഓഫ് ജനറ്റിക്സ് എന്നറിയപ്പെടുന്നത്. 7 വർഷം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെന്റ്സ് പൂർത്തിയാക്കിയത്. അതായത് 1856 മുതൽ 1863 വരെയുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്തിയ ഒരു വ്യക്തിയാണ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ ഫാദർ ഓഫ് ജനറ്റിക്സ്. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെന്റ്സിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നിങ്ങൾക്കറിയാം, ഒരു എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ, ഒരു ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ഗാർഡൻ പീ പോലെയുള്ള ഒരു പ്ലാന്റിൽ എക്സ്പെരിമെന്റ്സ് നടത്തുമ്പോൾ, അഥവാ ഒരു ക്രോസ് നടത്തുമ്പോൾ, രണ്ട് വ്യത്യസ്ത ഗുണത്തിലുള്ള രണ്ട് പ്ലാന്റ്സിനെ ക്രോസ് ചെയ്യുമ്പോൾ ഏതെല്ലാം സ്റ്റെപ്സാണ് നമ്മളവിടെ ചെയ്യുന്നത്? ആ സ്റ്റെപ്സിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായി ചെയ്യുന്നത് സെലക്ഷൻ ഓഫ് പീ പ്ലാന്റ്സ് വിത്ത് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. വിപരീത ഗുണങ്ങളുള്ള, വിപരീതമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുള്ള, വിപരീതമായിട്ടുള്ള ട്രെയ്റ്റുകളുള്ള പീ പ്ലാന്റ്സിനെ അവിടെ സെലക്ട് ചെയ്യുന്നു. അതാണ് ഒന്നാമതായി ചെയ്യുന്നത്, സെലക്ഷൻ ഓഫ് പീ പ്ലാന്റ്സ് വിത്ത് കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ്. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് ഇമാസ്കുലേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇമാസ്കുലേഷൻ. ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാസ്കുലേഷൻ, ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഓഫ് വൺ പ്ലാന്റ് ടു അവോയ്ഡ് സെൽഫ് പോളിനേഷൻ. നിങ്ങൾ ബോട്ടണിയിൽ പഠിച്ചു കാണും, സെൽഫ് പോളിനേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ആന്തേഴ്സ് റിമൂവ് ചെയ്യുക. ഒരു ബൈസെക്ഷൽ പ്ലാന്റ് ആകുമ്പോൾ അവിടെ മെയിൽ ഗെമീറ്റോഫൈറ്റും ഫീമെയിൽ ഗെമീറ്റോഫൈറ്റും കാണും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ അവിടെ സെൽഫ് പോളിനേഷന് സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുവാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഇമാസ്കുലേഷൻ ചെയ്യുന്നു. അതായത് ഒരു ബൈസെക്ഷൽ ഫ്ലവേഴ്സിലുള്ള എല്ലാ ആന്തേഴ്സിനെയും റിമൂവ് ചെയ്യുന്നു. ഒരു സിസേഴ്സോ ഫോർസെപ്സോ ഉപയോഗിച്ചാണ് ഈ പ്രക്രിയ ചെയ്യുന്നത്. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് ഇമാസ്കുലേഷൻ കാണുവാനായിട്ട് സാധിക്കും. ഇമാസ്കുലേഷൻ ഇവിടെ ചിത്രത്തിൽ കാണാം. ഇവിടെ ഈ വയലറ്റ് ഫ്ലവറിൽ നിന്ന് ആന്തേഴ്സ് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ ആന്തേഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ മെയിൽ ഗെമീറ്റോഫൈറ്റ് അവിടെ റിമൂവ് ചെയ്യുമ്പോൾ അവിടെ ഫീമെയിൽ ഗെമീറ്റോഫൈറ്റ് മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ, അല്ലേ? അപ്പോൾ ആന്തേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു പ്ലാന്റുമായിട്ട് അവിടെ ക്രോസ് ചെയ്യാനായിട്ട് അവിടെ സാധിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഇമാസ്കുലേഷൻ്റെ സ്റ്റെപ്സ് നമുക്ക് ഈ ചിത്രത്തിൽ നമുക്ക് കിട്ടുന്നു. ഓക്കെ, അങ്ങനെ കിട്ടുന്ന പ്ലാന്റ്സ് നമുക്ക് അവിടെ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ സെൽഫ് പോളിനേഷൻ അവോയ്ഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇമാസ്കുലേഷൻ എന്ന പ്രക്രിയ വഴി. എന്താണ് ഇമാസ്കുലേഷൻ? ഐ റിപ്പീറ്റ്, റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഓഫ് വൺ പ്ലാന്റ് ടു അവോയ്ഡ് സെൽഫ് പോളിനേഷൻ.
ദിസ് ഈസ് എ ഫീമെയിൽ പാരൻറ്റ്. ഇമാസ്കുലേഷൻ ചെയ്തു കഴിഞ്ഞാൽ ആ പ്ലാന്റ് പിന്നെ എന്താണ്? ഫീമെയിൽ പാരൻ്റ് ആണ്. ഇനി അടുത്തതായി പോളിനേഷൻ ആണ്. അതായത് കളക്ഷൻ ഓഫ് പൊളൻ ഗ്രെയിൻസ് ഫ്രം എ മെയിൽ പാരൻറ്റ് ആൻഡ് ട്രാൻസ്ഫറിങ് ടു ദ ഫീമെയിൽ പാരൻറ്റ്. അതാണ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതായത് മറ്റൊരു മെയിൽ പാരന്റിൽ നിന്ന് ആന്തേഴ്സ് കളക്ട് ചെയ്ത് ഈ പാരന്റിലേക്ക് അവിടെ കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവരുന്ന ആ പ്രക്രിയ അതാണ് പോളിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് പോളിനേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പ്. ഇതെല്ലാം മാനുവലായിട്ട് ചെയ്യുകയായിരിക്കും. അടുത്തതായി എന്താ ചെയ്യുന്നത്? കളക്ഷൻ ആൻഡ് ജെർമിനേഷൻ ഓഫ് സീഡ്സ്. ശേഷം അവിടെ ഉണ്ടാകുന്ന എല്ലാ സീഡ്സും അവിടെ കളക്ട് ചെയ്യുന്നു. ആ സീഡ്സിനെ ജെർമിനേറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഓഫ് സ്പ്രിങ്സ് ആണ് ദാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം സ്റ്റെപ്സ് ആണ് നമ്മൾ എപ്പോഴും പീ പ്ലാന്റ് ക്രോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഗ്രിഗർ മെൻഡൽ അദ്ദേഹത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻസിൽ ഈ സ്റ്റെപ്സ് ആണ് അദ്ദേഹം ഫോളോ ചെയ്തത്. ഓക്കെ, നമുക്കിനി അടുത്തതായി ഗ്രിഗർ മെൻഡൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് അതിൻ്റെ സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രിഗർ മെൻഡൽ അദ്ദേഹം ആണ് ആദ്യമായി സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ലോജിക് അപ്ലൈ ചെയ്തു. ബയോളജിയിലെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുവാനുമായിട്ട് ബയോളജിയിൽ ആദ്യമായി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും മാത്തമാറ്റിക്സിൻ്റെയും പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ ഇവിടെ അദ്ദേഹം അപ്ലൈ ചെയ്തു. അപ്പോൾ അത് വളരെ പുതുമയുള്ളതായിരുന്നു. അതുവരേക്കും ബയോളജി തീർത്തും ഒരൊറ്റപ്പെട്ട സബ്ജക്റ്റായി മാത്രം കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ മാത്തമാറ്റിക്സും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിലുമുള്ള അറിവുകൾ ബയോളജിയിൽ അപ്ലൈ ചെയ്യുന്നത് വഴി കൂടുതൽ സ്വീകാര്യത അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻസിന് അവിടെ ഉണ്ടായി എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിൻ്റേത് ലാർജ് സാമ്പിളിംഗ് സൈസ് ആയിരുന്നു. അതായത് 1-2 ചെടികളിൽ മാത്രം എക്സ്പെരിമെൻ്റ് നടത്തുകയായിരുന്നില്ല അദ്ദേഹം വലിയ ഒരു സാമ്പിൾ തന്നെ സെലക്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് നടത്തുവാനായിട്ട് ഒട്ടനവധി ചെടികൾ അദ്ദേഹം അവിടെ ഉപയോഗിച്ചു. സോ ഗ്രിഗർ മെൻഡൽ സെലക്റ്റഡ് ലാർജ് സാമ്പിളിംഗ് സൈസ് ആൻഡ് ദാറ്റ് വിൽ ഇൻക്രീസ് ദ ക്രെഡിബിലിറ്റി ഓഫ് ഹിസ് ഡാറ്റ. അദ്ദേഹം കളക്ട് ചെയ്യുന്ന എല്ലാ ഡാറ്റയും അതിന് ഒരുപാട് വിശ്വസനീയത അവിടെ വർദ്ധിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ലാർജ് സാമ്പിൾസിൽ സ്റ്റഡി ചെയ്യുമ്പോൾ അവിടെ എന്ത് വർദ്ധിക്കും? ക്രെഡിബിലിറ്റി കൂടും. അപ്പോൾ ഗ്രിഗർ മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റിന് ഒരുപാട് ക്രെഡിബിലിറ്റി അപ്രകാരത്തിൽ നമുക്ക് അവകാശപ്പെടുവാനായിട്ട് സാധിക്കും. അടുത്തതായി ഗ്രിഗർ മെൻഡൽ അദ്ദേഹത്തിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ഒപ്പോസിംഗ് ആയിട്ടുള്ള ട്രെയ്റ്റ്സ് ആണ് പലപ്പോഴും അദ്ദേഹം ഉപയോഗിച്ചത്. അതായത് ഇപ്പോൾ സ്റ്റെം ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ടോൾനെസ്സും ഡ്വാർഫ്നെസ്സും, അതുപോലെ തന്നെ ഫ്ലവേഴ്സ് നോക്കുകയാണെങ്കിൽ വയലറ്റ് ഫ്ലവർ ഉള്ളതും വൈറ്റ് ഫ്ലവർ ഉള്ളതും. അപ്പോൾ അത്തരത്തിൽ തീർത്തും കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെയ്റ്റ്സ്, ഒരു പ്ലാന്റിൽ നിന്ന് തീർത്തും കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെയ്റ്റ്സ് ആണ് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചത്. ഒരു നേരം ഒരു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് മാത്രമാണ് അദ്ദേഹം സ്റ്റഡി ചെയ്തത്. അതും അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ പ്രത്യേകതയാണ്. ഗ്രിഗർ മെൻഡൽ investigated characters in the garden pea plant and that were manifested as 2 opposing traits. He was doing experiments on 2 opposing traits, tall or dwarf plants, yellow or green seeds. അങ്ങനെ തീർത്തും ഒപ്പോസിംഗ് ട്രെയ്റ്റ്സിലാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് നടത്തിയത് എന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ സ്വീകാര്യത വർദ്ധിക്കുകയാണ്, റിലയബിലിറ്റി വർദ്ധിക്കുകയാണ്, വിശ്വാസ്യത വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇപ്പറഞ്ഞവയാണ് ഗ്രിഗർ മെൻഡൽ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റിൻ്റെ പ്രത്യേകതകൾ. അടുത്തതായി ഗ്രിഗർ മെൻഡൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൽ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധ പുലർത്തിയിരുന്നു. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൽ ഉപയോഗിച്ചിരുന്നത് ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള പീ പ്ലാന്റ് ആയിരുന്നു. ട്രൂ ബ്രീഡിംഗ് വെറൈറ്റീസ് ആയിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. സോ ഗ്രിഗർ മെൻഡൽ ഹി വാസ് യൂസിങ് ഇൻ ഹിസ് എക്സ്പെരിമെൻറ്റ് ട്രൂ ബ്രീഡിംഗ് പീ ലൈൻസ്. എന്താണ് ഒരു ട്രൂ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം? ഒരു ട്രൂ ബ്രീഡിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ട്രൂ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കിയെടുക്കുന്നത് കണ്ടിന്യൂവസ് ആയിട്ടുള്ള സെൽഫ് പോളിനേഷൻ വഴിയാണ്. കണ്ടിന്യൂവസ് ആയിട്ടുള്ള സെൽഫ് പോളിനേഷൻ വഴി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സെറ്റ് ഓഫ് പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്?
ട്രൂ ബ്രീഡിംഗ് ലൈൻ എന്ന് പറയുന്നത്. സെവറൽ ജനറേഷൻസ് ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്ന അത്തരത്തിലുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ പേര് പറയുന്നത് ട്രൂ ബ്രീഡിംഗ് ലൈൻ എന്ന്. ട്രൂ ബ്രീഡിംഗ് ലൈൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. എന്താണ് ട്രൂ ബ്രീഡിംഗ് ലൈൻ? സെവറൽ ജനറേഷൻസ് സെൽഫ് പോളിനേഷൻ വഴി ഉണ്ടാക്കിയെടുത്ത ഒരു പീ പ്ലാന്റിന്റെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ട്രൂ ബ്രീഡിംഗ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം എപ്പോഴും ക്രോസ് ഫെർട്ടിലൈസേഷൻ സംഭവിക്കുമ്പോഴാണ് അവിടെ വേരിയേഷൻ സംഭവിക്കുന്നത്. എന്നാൽ കണ്ടിന്യൂവസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ നടത്തിക്കൊണ്ടിരുന്നാൽ ഒരു പ്രത്യേക സ്വഭാവ സവിശേഷതയുള്ള, ഉദാഹരണത്തിന് ഒരു ടോൾ ആയിട്ടുള്ള ഒരു പ്ലാന്റിനെ ഒരുപാട് പ്രാവശ്യം അവിടെ സെൽഫ് പോളിനേഷൻ നടത്തിക്കൊണ്ടിരുന്നാൽ ഉണ്ടാകുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെ ടോൾനെസ് എന്ന ഗുണം അത് ശരിയായ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു അർത്ഥത്തിൽ അത് കാണിക്കും. അതിൻ്റെ പ്യൂരിറ്റി, അതിൻ്റെ സ്വഭാവത്തിലുള്ള അതിൻ്റെ ഗുണം, അവിടെ പ്യൂരിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതേത് ഗുണമായാലും, ഇപ്പോൾ ഡ്വാർഫ്നെസ് ആയാലും, ഡ്വാർഫ് പ്ലാന്റ്സിനെ ഒരുപാട് പ്രാവശ്യം സെൽഫ് പോളിനേറ്റ് ചെയ്താൽ ഡ്വാർഫ്നെസ് എന്ന ക്യാരക്ടറിൽ അതിൻ്റെ ആ ഒരു ഗുണം അവിടെ പ്യുവർ ആയി മാറും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോഴാണ് അതിനെ ഒരു ട്രൂ ബ്രീഡിംഗ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രകാരത്തിൽ 14 ട്രൂ ബ്രീഡിംഗ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആണ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ഗ്രിഗർ മെൻഡൽ യൂസ് ചെയ്തത്. 14 ട്രൂ ബ്രീഡിംഗ് വെറൈറ്റി ഓഫ് pea plants. Gregor Mendel, he selected 14 true breeding varieties of pea plants and they were similar except for the one character with contrasting traits. അപ്പോൾ ട്രൂ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ട്രൂ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്ലാന്റ് which is produced by continuous self pollination and it will show a stable trait inheritance. ഒരു പ്രത്യേക ട്രേറ്റ് ഇൻഹെറിറ്റൻസിന്റെ കാര്യത്തിൽ, ഒരു പ്രത്യേക സ്വഭാവ സവിശേഷതയുടെ പാരമ്പര്യമായി അത് പകർന്നു കൊടുക്കുന്നതിന്റെ കാര്യത്തിൽ അവിടെ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ ആ ഒരു ക്യാരക്ടർ അത് സെവറൽ ജനറേഷൻസ് അത് എക്സ്പ്രസ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു പ്ലാന്റ് ആണ് ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 14 ട്രൂ ബ്രീഡിംഗ് വെറൈറ്റീസ് ആണ് ഗ്രിഗർ മെൻഡൽ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിന് വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഇനി അത് ഏതെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ടേബിളിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അദ്ദേഹം ഉപയോഗിച്ച 14 ട്രൂ ബ്രീഡിംഗ് വെറൈറ്റീസ്. 14 ട്രൂ ബ്രീഡിംഗ് വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ അവിടെ 7 കോൺട്രാസ്റ്റിംഗ് പെയർസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. സോ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് 7 ഓർ വി ക്യാൻ സേ 14 ബ്രീഡിംഗ് വെറൈറ്റീസ് ആണ് അദ്ദേഹം ഉപയോഗിച്ചത്. 14 ട്രൂ ബ്രീഡിംഗ് വെറൈറ്റീസ് ആണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത് ഏതെല്ലാമാണ്? ഒന്നാമതായി സ്റ്റെം ഹൈറ്റ്. സ്റ്റെം ഹൈറ്റ് എന്ന ക്യാരക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞു ക്യാരക്ടറും ട്രേറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ സ്റ്റെം ഹൈറ്റ് എന്ന ക്യാരക്ടർ അതിൻ്റെ 2 ട്രേറ്റ്സ് ആണ് ഇത്, ടോൾനെസ്സും ഡ്വാർഫ്നെസ്സും. അപ്പോൾ ടോൾ ആയിട്ടുള്ള പ്ലാന്റ്സ് അദ്ദേഹം ഉപയോഗിച്ചു, ഡ്വാർഫ് ആയിട്ടുള്ള പ്ലാന്റ്സും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇത്തരത്തിൽ 7 പെയർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അദ്ദേഹം ഉപയോഗിച്ചു. അടുത്തതായി ഫ്ലവർ പൊസിഷന്റെ കാര്യമാണ് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത്. ഫ്ലവർ പൊസിഷന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലായിരിക്കും ഫ്ലവർ ഫോം ചെയ്തിട്ടുണ്ടാകുക, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ടെർമിനൽ ആയിരിക്കും, ഏറ്റവും ടിപ്പിലായിരിക്കും. പ്ലാന്റിന്റെ ഏറ്റവും ടിപ്പിലാണെങ്കിൽ അത് ടെർമിനലായും, പ്ലാന്റിന്റെ ഏതെങ്കിലും ബ്രാഞ്ചിന്റെ സൈഡ്സിലായിട്ടാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ പറയാം അത് ആക്സിയൽ ആണ്. ഫ്ലവർ പൊസിഷൻ അനുസരിച്ച് ആക്സിയൽ ആണ്. അപ്പോൾ ആക്സിയൽ ഫ്ലവർ പൊസിഷനും അതുപോലെ തന്നെ ടെർമിനൽ ഫ്ലവർ പൊസിഷനും രണ്ടും കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ടോൾനെസ്സും ഡ്വാർഫ്നെസ്സും പോലെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ് ഫ്ലവർ പൊസിഷൻ ആയിട്ടുള്ള ആക്സിയലും ടെർമിനലും. ഇതുപോലെ ഫ്ലവർ കളർ നമ്മൾ നോക്കുകയാണെങ്കിൽ വയലറ്റ് ഫ്ലവർ കളർ ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് ഫ്ലവർ കളർ ഉണ്ട്. ഇത് രണ്ടും തീർത്തും കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ്. പോട്ട് ഷേപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഫ്രൂട്ടിന്റെ ഷേപ്പാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പോട്ട് ഷേപ്പ് നോക്കുമ്പോൾ ഇൻഫ്ലേറ്റഡ് ഉണ്ട്, ഇൻഫ്ലേറ്റഡ് അല്ലെങ്കിൽ ഫുൾ എന്ന് പറയാം. അതുപോലെ തന്നെ കൺസ്ട്രിക്റ്റഡ് ഉണ്ട്. കൺസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞാൽ അവിടെ ചുളിവുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഫ്രൂട്ടിന്റെ ഷേപ്പ് ചിലപ്പോൾ ഫുൾ അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ കൺസ്ട്രിക്റ്റഡ് ആയിരിക്കാം. അതുപോലെ തന്നെ പോട്ട് കളർ, ഫ്രൂട്ടിന്റെ കളറാണ് ഇവിടെ നമ്മൾ കാര്യമായി നോക്കുന്നത്. ഫ്രൂട്ട് കളർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രീൻ ഫ്രൂട്ട് കളർ ഉണ്ട്, അതുപോലെ തന്നെ യെല്ലോ ഫ്രൂട്ട് കളർ ഉണ്ട്. അതുപോലെ തന്നെ സീഡ് ഷേപ്പ് നോക്കുകയാണെങ്കിൽ, അതിന്റെ വിത്തുകളുടെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ റൗണ്ട് ഷേപ്പ് ഓഫ് സീഡ് ഉണ്ട്, അതുപോലെ തന്നെ റിങ്കിൾഡ് ഷേപ്പ് ഓഫ് സീഡ്സ് ഉണ്ട്.
ഇത് രണ്ടും കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ്. മറ്റൊന്ന് സീഡ് കളറാണ്. സീഡ് കളറിന്റെ കാര്യം പറയുമ്പോൾ, സീഡിന്റെ നിറത്തിന്റെ കാര്യം പറയുമ്പോൾ യെല്ലോ സീഡ് കളർ, അതുപോലെ തന്നെ ഗ്രീൻ സീഡ് കളർ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്വഭാവ സവിശേഷതകൾ, അതായത് ടോൾനെസ്, ആക്സിയൽ ഫ്ലവർ പൊസിഷൻ, വയലറ്റ് ഫ്ലവർ കളർ, ഇൻഫ്ലേറ്റഡ് പോട്ട് ഷേപ്പ്, ഗ്രീൻ പോട്ട് കളർ, റൗണ്ട് ഷേപ്പ് ഓഫ് സീഡ്സ് ആൻഡ് യെല്ലോ കളർ ഓഫ് സീഡ്സ്, ഇതെല്ലാം തന്നെ ഡോമിനന്റ് ട്രേറ്റ്സ് ആണെന്ന് പറയും. അതായത് ഈ സ്വഭാവ സവിശേഷതകൾ ഡോമിനൻസ് കാണിക്കുന്നുണ്ട്, ഒരു മേധാവിത്വം അവിടെ വെച്ച് പുലർത്തുന്നുണ്ട്. നേരെ മറിച്ച് റിസസീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് മറ്റുള്ളവ. ഓക്കെ, നമുക്ക് ഡോമിനന്റ് എന്താണെന്നും റെസസീവ് എന്താണെന്നും തുടർന്നുള്ള പാഠഭാഗങ്ങളിലാണ് കൂടുതൽ വ്യക്തമാകുക. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക, ഈ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഒന്ന് ഡോമിനന്റ് ആയിരിക്കും, മറ്റൊന്ന് റെസസീവ് ആയിരിക്കും. അപ്പോൾ 7 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ് ഗ്രിഗർ മെൻഡൽ അദ്ദേഹത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റിൽ അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ബൈ ഹാർട്ടായി നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അടുത്തതായി ഇതിൻ്റെ പിക്ചറിലേക്ക് നമുക്ക് കടക്കാം. ദാ ഇവിടെ പിക്ചറിൽ ആദ്യം സീഡ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. സീഡ്സിന്റെ ഷേപ്പ് അനുസരിച്ച് റൗണ്ട് സീഡ്സ് ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ റിങ്കിൾഡ് സീഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ സീഡ് കളർ നോക്കുകയാണെങ്കിൽ യെല്ലോ സീഡ് കളർ, അതുപോലെ തന്നെ ഗ്രീൻ സീഡ് കളർ ഉണ്ട് അല്ലേ. ഇനി അതുപോലെ തന്നെ ഫ്ലവർ കളർ, ഫ്ലവറിന്റെ കളറും അതുപോലെ തന്നെ ഫ്ലവറിന്റെ പൊസിഷനും നമ്മൾ നോക്കേണ്ടി വരും. ഫ്ലവർ കളർ നോക്കുകയാണെങ്കിൽ വൈലറ്റ് ഫ്ലവർ കളർ ആൻഡ് ദ അതർ ഈസ് വൈറ്റ് ഫ്ലവർ കളർ. Then ഫ്രൂട്ട്സിന്റെ കാര്യം നോക്കുമ്പോൾ എങ്ങനെയാണ്? ഫ്രൂട്ട്സ് there will be full or inflated and also there will be constricted type. And then fruit color, green fruit color and yellow fruit color. Now here you can see the flower position. This is axial. ബ്രാഞ്ചിലാണ് അവിടെ ഫ്ലവേഴ്സ് വരുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇത് ആക്സിയൽ ആണ്. എന്നാൽ അപ്പുറത്ത് ടെർമിനൽ പൊസിഷനിലും ഫ്ലവേഴ്സ് കാണുന്നു അല്ലേ. ഇനി ഇത് സ്റ്റെം ഹൈറ്റ് അനുസരിച്ചുള്ള കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ്. ഇത് ടോൾ ആണ്, ഇതാണെങ്കിലോ ഡ്വാർഫ് ആണ്. അപ്പോൾ ഗ്രിഗർ മെൻഡൽ അദ്ദേഹം കൺസിഡർ ചെയ്ത 7 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 14 ട്രൂ ബ്രീഡിംഗ് വെറൈറ്റി ഓഫ് പീ പ്ലാന്റ്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ജനറ്റിക്സിന്റെ ഒരു ചെറിയ ഡെഫിനിഷൻ, വാട്ട് ഈസ് വേരിയേഷൻ, വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്, ക്യാരക്ടർ, ട്രേറ്റ് എന്നെല്ലാം മനസ്സിലാക്കി. അതുപോലെ തന്നെ ഗ്രിഗർ മെൻഡൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു, അദ്ദേഹം നടത്തിയ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റിൽ അദ്ദേഹം സെലക്ട് ചെയ്ത പീ പ്ലാന്റിന്റെ പ്രത്യേകതകൾ എന്തായിരുന്നു. 14 ട്രൂ ബ്രീഡിംഗ് വെറൈറ്റീസ് ഓഫ് പീ പ്ലാന്റ്സ് അദ്ദേഹം സെലക്ട് ചെയ്തിരുന്നു. ആ 14 ട്രൂ ബ്രീഡിംഗ് വെറൈറ്റീസ് ഓഫ് പീ പ്ലാന്റ്സ് ഏതെല്ലാമാണെന്നും അവയുടെ പ്രത്യേകതകളും നമ്മൾ മനസ്സിലാക്കി. തുടർന്ന് ഇനി അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ എക്സ്പെരിമെന്റിനെ കുറിച്ച്, അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റിനെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുക. അടുത്ത ഒരു ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നത് വരേക്കും ഗുഡ് ബൈ ഫ്രം സ്റ്റീഫൻ ക്ലാസസ്.